ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്മയാതിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരത്വിഷേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. ഭഗവാൻ ആ ഹസ്തൻവരത്തിൽ നിന്നും വിട പറഞ്ഞ് അവരുടെയൊക്കെ ആ യാത്രയപ്പ് അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പല പല രാജ്യങ്ങളിൽ കൂടെ ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിച്ചേരുന്നു. എന്തിനാണ് ഭഗവാൻ പല രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നേരിട്ട് വന്നുകൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലുള്ള എല്ലാവർക്കും ഭഗവാനെ കാണാനായിട്ട് വരാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ ഓരോ കുരു ജാങ്കല പാഞ്ചാലാൻ അങ്ങനെ പല 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 രാജ്യങ്ങളിൽ കൂടെ ഭഗവാൻ സഞ്ചരിക്കുന്നത് ആ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ആ രാജ്യങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അവിടെയുള്ള പ്രജകളെല്ലാം ഭഗവാനെ കാണാനായിട്ട് വരും. പിന്നെ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ആ ഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യം എന്നും ഉണ്ടാവും. അതാണ് ഭഗവാൻ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ ദ്വാരകയുടെ അതിർത്തിയിലെത്തിക്കഴിഞ്ഞു. ആ ദ്വാരകയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീസൂത ഉവാച ആനർത്താൻ സ ഉപവ്രജ്യ ശ്രദ്ധാൻ ജനപദാൻ സ്വകാൻ ദത്മോദരവരം തേഷാം വിഷാദം ശമയന്നിവാം. ആനർത്താൻ സഹ ഉപവ്രജ്യ സ്വൃദ്ധാൻ ജനപദാൻ സ്വകാൻ
ദധ്മൗ ദരവരം തേഷാം വിഷാദം ശമയൻ ഇവ. ആനർത്ത രാജ്യം എന്നത് ദ്വാരകയോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അമേരിക്കയോടടുത്ത് കാനഡ കിടക്കണില്ലേ, ഇന്ത്യയോടടുത്ത് മറ്റുള്ള ടെറിട്ടോറിയലായിട്ടുള്ള രാജ്യങ്ങൾ കിടക്കണില്ലേ, അതേപോലെയാണ് ഈ ദ്വാരകയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ആനർത്തം എന്നുള്ളത്. അവിടെയാണ് നമ്മളുടെ ബലരാമൻ്റെ പത്നിയായിട്ടുള്ള രേവതിയുടെ സ്ഥലം, രാജ്യം അവിടെയാണ്, ആനർത്ത രാജ്യമാണ്. അപ്പോൾ ആനർത്താൻ സ ഉപവ്രജ്യ എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ അതിർത്തിയിലെത്തിക്കഴിഞ്ഞ് സുരദ്ധാൻ ജനപദാൻ, സുരദ്ധാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജനപദാൻ, സ്വഖാൻ, ജനപദാൻ അതായത് അങ്ങനെയുള്ള ആ ജനങ്ങളെ, ആ ജനപദം എന്ന് പറഞ്ഞാൽ സിറ്റി, അത് നഗരം എന്നർത്ഥം. അങ്ങനെ ആ നഗരത്തിലേക്ക് ഭഗവാൻ, സ്വന്തം നഗരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. ദത്മൗ ദരവരം തേഷാം വിഷാദം ശമയൻ ഇവ. ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം എന്നുള്ള ശംഖ് ഭഗവാൻ ശംഖ് വിളിക്കുന്നു ഭഗവാൻ എന്നാണ്. അപ്പോൾ ആ ഒരു ശംഖനാദം കേൾക്കുന്ന സമയത്ത് ദ്വാരകാവാസികളുടെ മുഴുവൻ ദുഃഖങ്ങളില്ലാതെയാണ്. ശംഖ എന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു പൂജയ്ക്കുള്ള ഉപകരണമാണ്. കാരണം ശംഖ് സ്പർശിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പരിശുദ്ധമായിട്ടുള്ള അവസ്ഥയിലെത്തുമെന്നാണ് പറയുക. അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് ശംഖ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ശംഖനാദം ചെയ്യുക, ശംഖനാദം, അതേപോലെ ഖണ്ഡാനാദം, പിന്നെ മണിയടിക്കുന്നത്, ശംഖനാദം ചെയ്യണത്, തിരുനാമജപം, ഇതാണത്രേ ഭഗവാൻ യോഗനിദ്രയിൽ കിടക്കുന്ന പള്ളി കൊള്ളുന്ന ഭഗവാൻ ഉണർത്താനുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഉപായങ്ങൾ എന്ന് പറയാറുണ്ട്. ഭഗവാൻ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൽ യോഗനിദ്രയിൽ പള്ളി കൊള്ളാണ് ഭഗവാൻ ഉണർത്തണമെങ്കിൽ ഈ ശംഖനാദത്തിന്, ഭഗവാന്റെ തിരുനാമത്തിന് ഖണ്ഡാനാദം, ആ മണിയടിക്കുന്ന ശബ്ദം, ഇതിന് മാത്രമേ ശക്തിയിൽ ഉണർത്താൻ എന്നാണ്. അതാണ് നമ്മളുടെ ഈ സമ്പ്രദായത്തിൽ ഇത് മൂന്നും ഒരേപോലെ കാണാൻ സാധിക്കും. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ, ഗൗഡിയ സമ്പ്രദായത്തിലൊക്കെ ഇത് മൂന്നും ഒരേപോലെ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ ഒരു ചിത്രമാണ് പിന്നെ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ. സ ഉച്ചകാശേധവളോദരോദരോപ്യുരുക്രമസ്യാധരശോണശോണിമാ ദാധ്മായമാന കരകഞ്ചസംഭുടേ യഥാബ്ജസണ്ഡേ കളഹംസ ഉത്സ്വന. ഇത് വളരെയധികം ശോഭിച്ചു. ഈ ഒരു ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്നുള്ള ശംഖ് എന്നാണ്. കാരണം അത് നല്ല വെളുത്ത നിറമാണ് ഈ ശംഖിന്. പിന്നെ ഭഗവാന്റെ കൈകളുടെ ഉൾഭാഗം ചുവന്ന താമരപ്പൂവിനെ പോലെ ചുവന്ന് തുടുത്തതാണ്. അപ്പോൾ ഭഗവാന്റെ ഈ കൈകളുടെ പ്രകാശം അത് ശംഖിലേക്ക് വന്നു ചേരുക. ശംഖിൻ്റെ ധവളപ്രകാശം ഭഗവാന്റെ കൈകളിൽ വന്നു ചേരുക. അപ്പോൾ അത് ഒരു വിശേഷപ്പെട്ട ഒരു കാഴ്ചയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഉരുക്രമസ്യ അധര ശോണശോണിമ, ഭഗവാന്റെ ചുണ്ടുകളുടെ വളരെ അരുണിമ, ചുവന്ന നിറം എന്നാണ്. ദാധ്മായമാന, തൻ്റെ കയ്യിലാണ് ആ ശംഖ് ഭഗവാൻ പിടിച്ചിട്ട് ശംഖ് വിളിക്കുന്നത്, ശംഖനാദം ചെയ്യണത്. ആ സമയത്ത് ഭഗവാന്റെ കൈകളിൽ ശംഖിരിക്കുന്നത് കാണുന്ന സമയത്ത് യഥാ അബ്ജഷണ്ഡേ കളഹംസ ഉത്സ്വന, എങ്ങനെയാണോ ഒരു ചെന്താമരപ്പൂവിൽ ഒരു വെളുത്ത അരയന്നത്തിൻ്റെ കുഞ്ഞ് ഇരിക്കുന്നത് പോലെ തോന്നും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇവിടെ ഇപ്പോൾ അരയന്നെന്ന് പറയുന്നത് എന്താണ് എന്ന് പരമഹംസന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരമഹംസന്മാരെ കുറിച്ച് പറയുന്നു. അതായത് അവരെവിടെ ഇരിക്കുന്നത്, ആനന്ദമയമായിട്ടുള്ളൊരു സാഗരത്തിലാണ് അവരിയ്ക്കുന്നത് എന്നാണ് അപ്പോൾ ഭഗവാൻ ഈ താമര എന്താണ് വാസ്തവത്തിൽ, ഭഗവാന്റെ ആ പാദത്തിനെ പാദം താമരയോട് ഉപമിക്കുന്നു. ഭഗവാന്റെ പാദമാകുന്ന താമരയിൽ
അതിൻ്റെ ഒരു മധുരം ആസ്വദിച്ചുകൊണ്ട് മനോഹാരിത ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളോട് ഇതിനെ ഉപമിക്കാൻ സാധിക്കും. കളഹംസ ഉത്സന ഈ ഒരു അരയന്നത്തിന് ഉപമിക്കാൻ സാധിക്കും എന്നാണ്. വളരെ അഭൗമമായിട്ടുള്ള വിശേഷപ്പെട്ട ഉപമയായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ാണ് സൗച്ചകാശേ ധവളോദരോദരോപ്യുരുക്രമസ്യാധുര ശോണശോണിമാ ദാധ്മായമാന കരകഞ്ചസമ്പുടേ യഥാബ്ജഷണ്ഡേ കളഹംസ ഉത്സ്വനാം. മൂന്നാമത്തെ ശ്ലോകം. തമുപശ്രുത്യ നിരതം ജഗൽഭയഭയാവഹം പ്രത്യുദ്യയോ പ്രജാ സർവാ ഭർതൃദർശനലാലസാം. തം ഉപശ്രുത്യ നിരതം ജഗൽഭയഭയാവഹം പ്രത്യുദ്യയോ പ്രജാഃ സർവാഃ ഭർതൃദർശനലാലസാഃ. അതായത് ഈ ഒരു ശംഖനാദം കേൾക്കുന്ന സമയത്ത് ജഗത് ഭയഭയാവഹം, ലോകത്തിലെ എപ്പോഴും നമ്മൾ ഭൗതികമായ ലോകത്തിൽ ഭയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. ജനിക്കുന്നത് ഭയത്തിൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥയാണ്. പിന്നെ മരണം അതിനേക്കാൾ ഭയത്തിൻ്റെ അവസ്ഥയാണ്. രോഗാവസ്ഥ, ജരാനരകൾ, ഇതൊക്കെ ഭയത്തിന് ദുഃഖത്തിന് കാരണമായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പോൾ ഈ ശംഖനാദം കേൾക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ഭയത്തിൻ്റെ ജഗൽ ഭയഭയാവഹം എന്നാണ്. ആ ഭയം മുഴുവൻ ഭയം എന്നുള്ള വികാരം തന്നെ പേടിച്ചോടും ഈ ഒരു ശംഖനാദം കേട്ട് കഴിഞ്ഞാൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കേട്ടതോടുകൂടി പ്രത്യുദ്യയോ പ്രജാഃ സർവ ഭർതൃദർശനലാലസഃ, എല്ലാവരും വളരെ പെട്ടെന്ന് ആ ഭഗവാനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അത് ആരംഭിച്ചു എന്നാണ്. വളരെ വേഗത്തിൽ ആനന്ദത്തോടു കൂടിയിട്ട് ദർശനലാലസഃ, അവർ ഭഗവാൻ ഇപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിന് 18 മാസം മഹാഭാരത യുദ്ധം നടന്നത്. അങ്ങനെയുള്ള ഇത്രയും മാസക്കാലം ഭഗവാൻ ദ്വാരകയിലില്ല. അപ്പോൾ ദ്വാരകയിലുള്ളവർ അവരൊരു വ്രതാനുഷ്ഠാനം പോലെ, തപസ് പോലെ അവർ കഴിയണത്. അപ്പോൾ അവർ ഈ ഒരു ശംഖനാദം കേൾക്കുന്ന സമയത്ത് അവർ എന്തെന്നില്ലാത്ത ആനന്ദത്തോടു കൂടി ഭഗവാനെ എതിരേൽക്കാനുള്ള അതിന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വിഷാദത്താൽ ഉണ്ടാവുന്ന ഏകദേശം ഒരു മനോരോഗം പോലെയായിരുന്നു ദ്വാരകാവാസികൾക്ക് ഭഗവാനെ കാണാതിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ അതൊക്കെ എവിടെയോ പോയി മറഞ്ഞു. അവർ ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി 4-5 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് പറയുന്നത്. തത്രോപനീതബലയോ രവേർദീപമിവാദൃതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യതാ പ്രീത്യുൽഫുല്ലമുഖാ പ്രോജർഹർഷഗദ്ഗതയാ ഗിരാ പിതരം സർവസുഹൃദം അവിതാരമിവാർഭകാഃ. തത്ര ഉപനീത ബലയഃ രവേഃ ദീപം ഇവ ആദൃതാഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യത പ്രീതി ഉൽഫുല്ല മുഖാഃ പ്രോചുഃ ഹർഷഗദ്ഗതയാ ഗിരാ പിതരം സർവസുഹൃതം അവിതാരം ഇവ അർഭകാഃ എന്നാണ് പദച്ഛേദം. അതാണ് അതിൻ്റെ. അതായത് തത്ര ഉപനീത ബലയോ, അതായത് അവർ ഭഗവാന് വേണ്ട ആരാധന പൂജകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ആദരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏതുപോലെ എന്നാണെങ്കിൽ രവയർ ദീപം ഈ വാദൃതാഃ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തി കാണിക്കാറുണ്ട്. ഭഗവാൻ ആത്മാരാമനാണ്, ഭഗവാൻ പൂർണ്ണകാമനാണ്, ഭഗവാന് സാധിക്കേണ്ടതായിട്ടൊന്നും ഇല്ല. അപ്പോൾ സൂര്യന് വെളിച്ചം കാണാനാണോ നമ്മൾ ഈ വിളക്ക് കൊളുത്തി കാണിക്കുന്നത്? അതല്ല, സൂര്യനെ ആദരിക്കുന്നു എന്ന് മാത്രം. ഇതേപോലെ നമ്മൾ ഭഗവാനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് പൂജകൾ, ഭഗവാനെ ആരാധന ചെയ്യുന്നത്, ഭഗവാന് പല വിധത്തിലുള്ള ഉപചാരങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ ആദരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? പ്രീതി ഉൽഫുല്ലമുഖ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, പിന്നെ ഉൽഫുല്ലമുഖ, വിടർന്ന മുഖത്തോട് കൂടിയിട്ട് എന്നാണ്. പ്രോചു അവർ എങ്ങനെയാണ് പറയുന്നത്? ഹർഷഗദ്ഗതയാ, അതായത് ആനന്ദം കൊണ്ട് ഗദ്ഗതപൂർണ്ണമായി തീർന്നവരുടെ വാക്കുകൾ എന്നാണ്. എന്നിട്ടോ അവരെങ്ങനെയാണ് ഭഗവാനെ വിചാരിക്കുന്നത്? പിതരം, എല്ലാവരോടും ഭഗവാൻ പറയുന്നു, എല്ലാവരോടും സുഹൃദ്ഭാവമാണ് എനിക്ക് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ എങ്ങനെയാണോ ഒരു പിതാവിനെ
ആ കുട്ടികൾ ആശ്രയിക്കുന്നത് അതേപോലെ ഭഗവാനെ ദ്വാരകാവാസികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ ചെറിയ കുട്ടികൾ അച്ഛനമ്മമാരോട് അവരോട് സ്നേഹം കാണിക്കുന്നത്, പ്രത്യേകത കാണിക്കുന്നത്, അതേപോലെ ദ്വാരകാവാസികൾ മുഴുവൻ ഭഗവാനെ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് അവരുടെ ആ ഗൽഗതമായ ഭാവത്തോട്, ഗൽഗത കണ്ഠത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നാണ്, സ്തുതിക്കാൻ തുടങ്ങി. ഇവിടെ ഭഗവാനെ ആത്മാരാമൻ എന്ന് പറയുന്നു. ഭഗവാന് പ്രത്യേകിച്ച് മറ്റൊന്നിൽ നിന്നും ആനന്ദം നേടേണ്ടതായിട്ടില്ല. ഭഗവാനെ പൂർണ്ണമായിട്ടും ആനന്ദത്തിൻ്റെ അവബോധത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. എന്നാലും ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ പൂജകൾ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ്. ഇനി 6ാമത്തെ ശ്ലോകം, അത് ദ്വാരകാവാസികൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നതാസ്മതേ നാഥ സദാഘ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷമമിഹേക്ഷതാം പരം നയത്ര കാലപ്രഭവയൽ പരപ്രഭു. നതാസ്മതേ നതാഹ സ്മ തേ നാഥ സദാ അഘ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമം ഇഹ ഇച്ഛതാം പരം ന യത്ര കാലഹ പ്രഭവേത് പരപ്രഭു. അവിടെ ദ്വാരകാവാസികൾ പറയുന്നു, അല്ലയോ ഭഗവാനെ സ്മരിക്കുന്നവരാരൊക്കെയാണ്? വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം, അതായത് ബ്രഹ്മാവ്, സനകാദി യോഗീശ്വരന്മാർ, പിന്നെ ദേവേന്ദ്രൻ മുതലായിട്ടുള്ള നേതൃത്വത്തിലുള്ള ദേവന്മാർ, ഇവരൊക്കെ സദാ അഘ്രിപങ്കജം, സദാ നിരന്തരം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എന്തുകൊണ്ടാണ്? പരായണം ക്ഷേമമിഹേക്ഷതാം, അതായത് എല്ലാവർക്കും ക്ഷേമമുണ്ടാവണോ, മംഗളം ഉണ്ടാവണോ, അത് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിക്കണം എന്നുള്ളത് ബ്രഹ്മാവ്, ദേവന്മാർ, സനകാദി യോഗീശ്വരന്മാർ ഇവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ നിരന്തരം ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? നയത്ര കാലപ്രഭവയിൽ പരപ്രഭു, കാലം ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. കാലം എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ ഭയം, ഭഗവാനെ ആശ്രയിച്ചാൽ കാലത്തിൻ്റെ ഭയം ഇല്ലാണ്ടാവും നമ്മൾക്ക് എന്നാണ്. അതായത് കാലം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ജന്മ, മൃത്യു, ജരാവ്യാധി ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം ആ ഭയം തന്നെ ഇല്ലാതെയാവും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണനെ സ്മരിച്ചു കഴിഞ്ഞാൽ, ഭജിച്ചു കഴിഞ്ഞാൽ എന്നാണ്. അപ്പം ഭയം എന്നുള്ള വികാരം തോറ്റോടും, പേടിച്ചോടും ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്നാണ്. അപ്പം നതാസ്മതേ നാഥ സദാഘ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേക്ഷതാം പരം നയത്ര കാലപ്രഭവയൽ പരപ്രഭു. 7ാമത്തെ ശ്ലോകം. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാഥ സുഹൃൽപതി പിതാ ത്വം സദ്ഗുരുർന്ന പരമം ജദൈവതം യസ്യാനുവൃത്യാകൃതിനോ ബഭൂവിമാം. ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാഥ സുഹൃൽപതി പിതാ ത്വം സദ്ഗുരുർന്ന പരമം ച ദൈവതം യസ്യാനുവൃത്യാകൃതിനോ ബഭൂവിമാ. ദ്വാരകാവാസികൾ, ദ്വാരകയിലുള്ളവർ പറയുന്നു, ഒരേ സ്വരത്തിൽ പറയാണ് അവർ. ഭവായ നഹ ത്വം ഭവ വിശ്വഭാവന ത്വം ഏവ മാതാ അഥ സുഹൃത്ത് പതി പിതാ ത്വം സദ്ഗുരുഃ ന പരമം ച ദൈവതം യസ്യ അനുവൃത്യ കൃതിനഃ ബഭൂവിമ. ഭവായ, അതായത് ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ടെന്നാണ് പറയണത്. നഹ, അവിടുന്ന് ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന്. വിശ്വഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ആൾ. വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്. ബ്രഹ്മാവിന് ആരാ ശക്തി കൊടുത്തത്? തേനെ ബ്രഹ്മഹൃദായ ആദികവയെ. ബ്രഹ്മാവിന് ശക്തി കൊടുത്തത് ഭഗവാനാണ്. ഭഗവാൻ തൻ്റെ സ്പർശം കൊണ്ട്, ഭഗവാന്റെ നോട്ടം കൊണ്ട്
അങ്ങനെ ആ കൈകളിൽ സ്പർശിച്ചിട്ടാണത്രേ ബ്രഹ്മാവിന് ഭഗവാൻ സൃഷ്ടികർത്താവ് എന്നുള്ള ആ പദവിക്ക് വേണ്ട എല്ലാ ശക്തികളും പകർന്നു കൊടുത്തത് എന്നാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് 84 ലക്ഷം തരം ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു ബ്രഹ്മാവിന് ഇത് സാധിക്കുന്നു, അങ്ങനെ എത്രയോ നാല് തലമുള്ള ബ്രഹ്മാവിന് ഇത് സാധിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ 4, 5, 6, 8, 10, 12 പിന്നെ 1000 തലയൊക്കെ ഉള്ള ബ്രഹ്മാക്കന്മാരുണ്ടെന്നാണ് പറയുന്നത്. അവർക്കൊക്കെ ആരാ ശക്തി പകർന്നു കൊടുക്കുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. വിഷ്ണു ഭഗവാനിൽ കൂടെ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവർക്കെല്ലാം ശക്തി പകർന്നു കൊടുക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശ്വഭാവന ത്വം ഏവ, ആ ഭഗവാൻ മാത്രമാണ് ഞങ്ങളുടെ മാതാ അഥ സുഹൃത്ത് പതി പിത, ഞങ്ങളുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും സുഹൃത്തായിട്ടും പിന്നെ ഞങ്ങളുടെ സദ്ഗുരു ആത്മീയ ഗുരുവായിട്ടും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. ആ അച്ഛനില്ലേ, ഭഗവാൻ അച്ഛനായിട്ട് കാണാം, അച്ഛനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി പുത്രന്മാരില്ലേ, ദുഃഖിക്കേണ്ട കാര്യമില്ല, ഭഗവാനെ സ്വന്തം മകനായിട്ട് കാണാം. അങ്ങനെ കണ്ടിട്ടുണ്ട്, കുറുവരമ്മ കണ്ടിട്ടുണ്ട്, എത്രയോ ഭക്തന്മാർ ഭഗവാനെ പുത്രനായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി പെൺകുട്ടിയില്ലേ, ദുഃഖിക്കേണ്ട, രാധാറാണി ഉണ്ട് പെൺകുട്ടിയായിട്ട്. അപ്പോൾ പിന്നെ അവനവന് അച്ഛൻ അമ്മയായിട്ട് പിന്നെ സുഹൃത്തായിട്ട് ഭഗവാനെ കാണാം. ഭഗവാൻ സുഹൃത്തായിട്ട് വരും നമ്മളുടെ എന്നാണ്. എത്രയോ ആളുകൾക്ക് ഭഗവാൻ സുഹൃത്തായിട്ട് മാറിയിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർക്ക് ഈ കാലഘട്ടത്തിൽ വരെ ഭഗവാൻ സുഹൃത്തായിട്ട് മാറിയിട്ടുണ്ട്. സദ്ഗുരുവായിട്ടും ഭഗവാൻ തന്നെയാണ് സദ്ഗുരുവിനെ നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ഇതെല്ലാം ഭഗവാൻ ഇതെല്ലാമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമാണ്. ത്വം ച മാതാത സുഹൃൽ പതി പിത ത്വം സദ്ഗുരു എന്ന പരമം ദൈവതൻ, ഈശ്വരനായിട്ട് കാണണോ, അങ്ങനെയും കാണാൻ സാധിക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി വേണമെന്ന് മാത്രം എന്നാണ്. എന്നാൽ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ? ഭഗവാൻ ആൾ പവർഫുൾ എന്നാണ് പറയുന്നത്. ഭഗവാൻ അത്രയും ആ പവർഫുള്ളായിട്ടുള്ള ഈശ്വരനാണ് ഭഗവാൻ. ഇതെല്ലാം ആവാൻ ഭഗവാന് കഴിവുണ്ട്. രാധാറാണിക്കും കഴിവുണ്ട് ഇതെല്ലാം ആവാനായിട്ട്. രാധാറാണിയുടെ കരുണ നമ്മളിൽ ഉണ്ടെങ്കിൽ ഭഗവാൻ ഈ ഭാഗങ്ങളിൽ നമ്മൾക്ക് വേണ്ടി ഈ ഭാവങ്ങളിലൊക്കെ ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാനായിട്ടുള്ള നമ്മളുടെ ബന്ധം എറ്റേണലാണ്, അത് നിത്യമായിട്ടുള്ള ബന്ധമാണ്. നമ്മളത് മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗുരുനാഥൻ, ആത്മീയ ഗുരുവാണ് ഭഗവാനായിട്ടുള്ള ബന്ധം എന്ത് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സേവയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഭഗവാന്റെ അതേ പ്രഭാവം ഭഗവാനെ വെച്ചിട്ടുള്ള ആത്മീയ ഗുരുവിനുണ്ട് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. ഇവിടെ 8ാമത്തെ ശ്ലോകം. അഹോസനാഥ ഭവദാസ്മയദ്വയം തൈവിഷ്ടപാനാമപി ദൂരദർശനം പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമരൂപം തവ സർവസൗഭഗം. അഹോസനാഥ ഭവദാസ്മയദ്വയം തൈവിഷ്ടപാനാമപി ദൂരദർശനം പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമരൂപം തവ സർവസൗഭഗം. അഹോ സനാഥ ഭവതാ സ്മ യദ് വയം തൈവിഷ്ടപാനാം അപി ദൂരദർശനം പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണ ആനനം പശ്യേമ പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണ ആനനം പശ്യേമ രൂപം തവ സർവസൗഭഗം. ഞങ്ങൾക്ക് മഹാഭാഗ്യമാണ്. കാരണം ഭഗവാന്റെ ഒരു സംരക്ഷണത്തിൽ കഴിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഭഗവാന്റെ സാന്നിധ്യത്തിൽ കഴിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾക്കും ഭാഗ്യമല്ലേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ കഴിയാൻ സാധിക്കുന്നു. പിന്നെ നമ്മളുടെ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ കഴിയാൻ സാധിക്കുന്നു. അവരുടെ അനുഗ്രഹത്തിൻ്റെ ഗുരുനാഥൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഗുരുനാഥനെ എപ്പോഴും കൈപിടിച്ചുകൊണ്ട് നടക്കണം എന്നുള്ളതല്ല പറയണത്. ഗുരു പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നതോടുകൂടെ ഗുരുവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിത്തീരുന്നു. ഇനി ഗുരുവിൻ്റെ ശരീരം ഗുരു ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും അവരുടെ അനുഗ്രഹങ്ങൾ ആ ശിഷ്യനിലേക്ക് പൂർണ്ണമായിട്ടും വർഷിച്ചു കൊണ്ടിരിക്കും. അതാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ 4 തവണ മാത്രമാണ് ശ്രീല പ്രഭുപാദർ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ അനുഗ്രഹം 4 തവണയും കണ്ടിട്ടുള്ളൂ.
ആ അനുഗ്രഹം എത്ര കണ്ട് വിപുലമായിരുന്നു, എത്ര അഗാധമായിരുന്നു അനുഗ്രഹം. അതുകൊണ്ടാണല്ലോ ശീല പ്രഭുപാദർക്ക് ഈ ലോകം മുഴുവൻ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനും കൃഷ്ണൻ്റെ നാമത്തിൽ ഭാഗവതത്തിൻ്റെ ഭഗവത്ഗീതയും ദിവ്യമായിട്ടുള്ള അനുഭൂതിയിൽ ലോകത്തെ ലയിപ്പിക്കാനും സാധിച്ചത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം അതേപോലെ നമ്മളും ആ ഗുരുവിൻ്റെ അവനവൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ പറഞ്ഞത് അനുസരിക്കുന്നതോടുകൂടി നമ്മൾക്കും ഗുരുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. അതാണ് പറയുന്നത് ഇവിടെ ത്വം സദ്ഗുരു എന്ന പരമം ജൈവതം. ആ സദ്ഗുരു നമ്മൾക്ക് ഭഗവാനായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുത്തി തരും എന്നാണ്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സാധിക്കുക, ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരാൻ സാധിക്കുക, ഇതാണ് ജീവിതത്തിൻ്റെ ലാഭം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അഹോസനാഥാഭവത ഇവിടെ തൈവിഷ്ടവാനാമപി, അതായത് ദേവന്മാർക്ക്, ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങനെ കാണാനേ സാധിക്കാറില്ല. ഭഗവാനെ കാണാൻ സാധിക്കാറില്ല. ഭഗവാൻ തൻ്റെ ദിവ്യമായ ധാമം ഗോലോകത്തിലാണ്. ദേവേന്ദ്രൻ ലോകം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുവാദം വേണം. ചന്ദ്രൻ്റെ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള അനുവാദമില്ല. സൂര്യന് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള അനുവാദമില്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ലോകത്ത് നിന്നുകൊണ്ട് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നതാണ്. എന്നാൽ ഇവിടെ ദ്വാരകാവാസികൾക്ക് എന്നാൽ തൈവിഷ്ടപാനാമപി ദൂരദർശനം. ആ ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ ദൂരേന്നേ ഭഗവാനെ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാനെ എങ്ങനെ പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം, പ്രേമത്തോട് കൂടിയിട്ടുള്ള ആ മന്ദസ്മിതം, പിന്നെ അവിടുത്തെ കടാക്ഷങ്ങളും ഏൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ പശ്യമരൂപം തവ സർവ്വസൗഭകം, വളരെ മനോഹരമായുള്ള സൗന്ദര്യധാമമായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സനാതന്മാരായി ഞങ്ങൾ അവിടുത്തെ ആ ഒരു പരിരക്ഷണത്തിലാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആനന്ദം തോന്നുന്നു എന്ന് ദ്വാരകാവാസികൾ ഭഗവാനെ സ്തുതിക്കുന്നു. അടുത്തത് 9ാമത്തെ ശ്ലോകം. യരിഹംബുജാക്ഷാപസസാരഭോ ഭവാൻ കുരുന്മധൂന്വാദ സുഹൃദ്ദിദൃക്ഷയാ തത്രാബ്ദകോടി പ്രതിമക്ഷണോ ഭവേൽ രവിം വിനാക്ഷ്ണോരിവ നസ്തവാച്യുതാം. യരിഹംബുജാക്ഷാപസസാരഭോ ഭവാൻ കുരുന്മധൂന്വാദ സുഹൃദ്ദിദൃക്ഷയാ തത്രാബ്ദകോടി പ്രതിമക്ഷണോ ഭവേൽ രവിം വിനാക്ഷ്ണോരിവ നസ്തവാച്യുത. യർഹി അംബുജാക്ഷ അപസസാര ഭോ ഭവാൻ കുരൂൻ മധൂൻ വാ അഥ സുഹൃദ്ദിദൃക്ഷയാ തത്ര അബ്ദകോടി പ്രതിമഃ ക്ഷണഃ ഭവേത് രവിം വിനാ അക്ഷ്ണോഃ ഇവ നഃ തവ അച്യുത. അതായത് ഭഗവാൻ ചിലപ്പോഴൊക്കെ ഈ ഹസ്തിനപുരത്തിലേക്ക് പോവാറുണ്ട്. തൻ്റെ ബന്ധുക്കളെ കാണാൻ പല സ്ഥലത്തേക്ക് പോകും. കുരൂൻ മധൂൻ വാധ. ഈ ദ്വാരകയിൽ തന്നെ ഒരു 108 വിഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ കാണാനായിട്ട് പോവാറുണ്ട് എന്നാണ്. അങ്ങനെ പോകുന്ന ആ സമയത്ത്, തൻ്റെ സ്വന്തം ആളുകളെ കാണാൻ ഭഗവാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ക്ഷണം, ഒരു നിമിഷം എന്നുള്ളത് ഞങ്ങൾക്ക് അബ്ദകോടി പ്രതിമ, ഒരു കോടി വർഷങ്ങളുടെ ഒരു ദൈർഘ്യം ഞങ്ങൾക്ക് ആ നിമിഷത്തിന് അനുഭവപ്പെടാറുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാനെ കാണാത്ത ഒരു നിമിഷം 1,000,000 വർഷങ്ങളോളം ദൈർഘ്യം അനുഭവപ്പെടുമെന്ന് പറയുമ്പോൾ ഭഗവാനെ ആ കൺപോളകൾ തന്നിട്ടുള്ള ബ്രഹ്മാവിനെ ഞങ്ങൾ ശപിക്കാറുണ്ട്. ഭഗവാനെ കാണാൻ ആ സമയത്ത് സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാണ്. അപ്പോൾ നമ്മൾക്കൊന്നും അത് തീരെ തോന്നണില്ല. കാരണം എന്താ? നമ്മൾക്ക് ഭഗവാൻ ആരാന്നുള്ളത് അറിയില്ല, ഭഗവാന്റെ മഹിമ എന്തെന്നുള്ളത് അറിയില്ല, ഭഗവാന്റെ സൗന്ദര്യം എന്തെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ആചാര്യന്മാർ പറയുന്നതിൽ വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അറിയില്ല. ഗുരുവായൂരപ്പനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ നമ്മൾക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് സംസാരിക്കാൻ തോന്നില്ല, മറ്റൊരു കാര്യം ചിന്തിക്കാനേ തോന്നില്ല നമ്മൾക്ക്. അതാണ്. അപ്പോൾ ഇങ്ങനെ വേണം, സത്സംഗത്തിൽ കൂടെ മാത്രമേ ഭഗവാന്റെ മഹിമ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാനില്ലെങ്കിൽ, ഇപ്പോൾ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ, സൂര്യനില്ലെങ്കിൽ വല്ലതും കാണാൻ സാധിക്കുമോ?
കൂരിരുട്ടിൽ വല്ലതും കാണാൻ സാധിക്കുമോ? അപ്പോൾ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച പോലെയാണ്. അജ്ഞാനമകുന്ന അന്ധകാരം എവിടെയോ പോയി മറയും. യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള പ്രകാശം നമ്മളിൽ വരും. അത് വരുന്ന സമയത്ത് നമ്മൾ ആ കണ്ണിൽ കൂടെ പ്രേമ അഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. പ്രേമമാകുന്ന അഞ്ജനം കണ്ണിൽ എഴുതുമ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. അജ്ഞാനമില്ലാതെയായിത്തീരുന്നു, പിന്നെ ജ്ഞാനം പ്രകാശിക്കുന്നു. ആ സമയത്ത് ഭഗവാനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പം അതാ പറയുന്നത്, ഒരു നിമിഷം എങ്ങനെയാണ് കൂരിരുട്ട് വന്നതുപോലെയാണ് ഞങ്ങൾക്ക്. കോടി വർഷങ്ങളോളം കൂരിരുട്ട് വന്നാൽ എങ്ങനെയാണ് സൂര്യനില്ലാത്ത അവസ്ഥ, അതേപോലെയാണ് ഭഗവാനെ കാണാൻ സാധിക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഈ ദ്വാരകാവാസികൾ പറയുന്നു. കഥം വയം നാഥ ചിരോഷിതോ ത്വയി പ്രസന്ന ദൃഷ്ട്യാഖില താപശോഷണം ജീവേമതേ സുന്ദര ഹാസശോഭിതമപശ്യമാന വദനം മനോഹരം. ഗോപിമാർ ഇത് ആ ദ്വാരകാവാസികൾ വീണ്ടും പറയുന്നു ഭഗവാന്റെ മഹിമയെക്കുറിച്ചിട്ട്. ഇതി ചോദീരിതാവാച പ്രജാനാം ഭക്തവത്സല ശൃണ്വാനോനുഗ്രഹം ദൃഷ്ട്യാ വിദന്നൻ പ്രാവശ്യൽപുരം. കഥം വയം നാഥ ചിരോഷിതേ ത്വയി പ്രസന്ന ദൃഷ്ട്യാ അഖില താപശോഷണം ജീവേമ തേ സുന്ദരഹാസശോഭിതം അപശ്യമാന വദനം മനോഹരം. ഇതി ച ഉദീരിത വാച പ്രജാനാം ഭക്തവത്സലഃ ശൃണ്വാനഃ അനുഗ്രഹം ദൃഷ്ട്യാ വിദന്വൻ പ്രാവിശദ് ഗൃഹം. കഥം വയം നാഥ, ഭഗവാനെ ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ കാണാതിരുന്നത്? അതായത് ഭഗവാനെ ഞങ്ങൾ കാണാതിരിക്കുന്ന സമയം, ഭഗവാന് മനോഹരമായിട്ടുള്ള ആ ഒരു മുഖം, അതേപോലെ തന്നെ അവിടുത്തെ മനോഹരമായിട്ടുള്ള അവിടുത്തെ പുഞ്ചിരി, ഇത് എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നതാണ്. എങ്ങനെയാണ് ഞങ്ങൾ ആ മുഖം കാണാതെ പുഞ്ചിരി കാണാതിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യമില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ദ്വാരകാവാസികൾ ചോദിക്കുന്നു. ഭഗവാൻ ആ ദ്വാരകയിലുള്ളവരുടെ ആ സംഭാഷണം, അവരുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഭഗവാൻ വളരെ കരുണയോട് കൂടിയിട്ട് ദ്വാരക നഗരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. എല്ലാവരെയും അതീന്ദ്രിയമായ ഭാവത്തിൽ കടാക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നു. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവാൻ മുമ്പിൽ. കാരണം എന്താണ്, നമ്മൾ ഭഗവാനായിട്ട് നമ്മൾ ശാശ്വതമായ ബന്ധമുള്ളവരാണ്. ഏതുപോലെ എന്നാണെങ്കിൽ സൂര്യൻ എങ്ങനെയാണോ സൂര്യരശ്മികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെ നമ്മൾ ഓരോരുത്തരും ശാശ്വതമായിട്ട് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ആ ബന്ധം എങ്ങനെ നമ്മൾ മറന്നുപോയി? ഈ ഭൗതിക ലോകത്തിൽ വരുന്ന സമയത്ത് നമ്മൾ മായയ്ക്ക് അധീനമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം മായ നമ്മൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെന്നുള്ളത് അറിയാതെയായിത്തീരുന്നു എന്നാണ്. ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമായും വരുന്ന സമയത്ത്, കടാക്ഷം വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ മായ എന്നുള്ളത് മായ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നു. എന്നിട്ട് ഭഗവാനായിട്ടുള്ള ബന്ധം വേണ്ട വിധത്തിൽ അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ സൂര്യൻ്റെ ഇടയ്ക്ക് ഒരു കാർമേഘം വന്നു കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല. കാർമേഘം താൽക്കാലികമായിട്ടുള്ളതാണ്. ഇതേപോലെ മായ എന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്. അത് മാറിക്കഴിഞ്ഞാലോ ഭഗവാനെ വ്യക്തമായിട്ട് നമ്മൾക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിക്കും, അനുഭവിക്കാനും സാധിക്കും എന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.